ഇതുവരെ ഒറ്റ മാസം കൊണ്ട് 15,000-നടുത്ത് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 1200 എണ്ണം നാർക്കോട്ടിക് കേസുകൾ, NDPS കേസുകളാണ്. 11,000-ൽ പരം കേസുകൾ കോപ്റ്റ, അതായത് പുകയിലെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുകളാണ്. 2200 കേസുകൾ അബ്കാരി കേസുകളാണ്. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 5000 പേര് മാത്രമുള്ള ചെറിയ ഫോഴ്സാണ്. പക്ഷേ അവർ പിടിച്ചത് തന്നെ 15,000 കേസുകളാണ് കേരളത്തിൽ ഒറ്റ മാസം കൊണ്ട്. 1200 NDPS കേസുകളിൽ ഹെവി ക്വാണ്ടിറ്റി കേസുകൾ ഏകദേശം 15ഓളം വരും. എന്ന് പറഞ്ഞാൽ ഉയർന്ന തരത്തിൽ മയക്കുമരുന്നുണ്ടായിരുന്നു. ഹാഷിഷ്, ബ്രൗൺ, ഇങ്ങനെ പേര് തട്ടിപ്പോലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര ഗുരുതരമായ മയക്കുമരുന്നുകളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ എന്നതിൽ കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ വേറെ നടന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാന എക്സൈസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഇതിൽ എക്സൈസ് മന്ത്രി എന്നതിൽ പറയുകയാണെങ്കിൽ നമ്മൾ 4 പില്ലറുകൾ ഊന്നിയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റാണ്, നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യുക. 2 അവയർനെസ് ആണ്, വിമുക്തിയുടെ പേര് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവയർനെസ് പ്രോഗ്രാമുകൾ. സ്കൂളുകൾ മുഴുവൻ അവയർനെസ് നടത്താനുള്ള തീരുമാനത്തിലാണ്, കോളേജുകൾ മുഴുവൻ അവയർനെസ് നടത്താനുള്ള തീരുമാനത്തിലാണ്. നാർക്കോട്ടിക് ക്ലബ്ബുകൾ എല്ലായിടത്തും രക്ഷകർത്താക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് നാർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിക്കാൻ ഇപ്പോൾ 5000-ൽ പരം ഉണ്ട്. അതിന് എല്ലാ സ്കൂളുകളും നമുക്ക് വേണം. ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, എന്താണ് സംഭവിക്കുന്നത് പറയണം. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് ഡി അഡിക്ഷനാണ്. കേരളത്തിൽ ഇപ്പോൾ 14 ഡി അഡിക്ഷൻ സെൻ്ററുകൾ ആകെയുണ്ട്. ജില്ലാതലത്തിൽ എക്സൈസിൻ്റെ വിമുക്തി ഡി അഡിക്ഷൻ സെൻ്ററുകൾ എല്ലാ താലൂക്കിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അതോടുകൂടി കേരളത്തിൽ 77 താലൂക്ക് ആശുപത്രികളിലും ഡി അഡിക്ഷൻ സെൻ്ററുകൾ നമ്മൾ എൻഫോഴ്സ് ചെയ്യും. നാലാമതൊരു പില്ലർ എന്ന് പറഞ്ഞാൽ ഡി അഡിക്ഷൻ കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കില്ലെങ്കിൽ ഇവർ വീണ്ടും അങ്ങോട്ട് പോവുകയാണ്. അത് റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന അടുത്തൊരു പില്ലർ കൂടി ഉറപ്പിച്ച് റിഹാബിലിറ്റേഷൻ സൈഡ് കൂടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു പുതിയ പോർട്ടൽ, ഇന്ത്യയിൽ ആദ്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പോർട്ടൽ ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ മയങ്ങില്ല കേരളം എന്നാണ്. അപ്പോൾ മയങ്ങില്ല കേരളം ജനജാഗ്രത പോർട്ടലിൻ്റെ പോർട്ടൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മയക്കുമരുന്നിനെക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ അവിടേക്ക് ഇൻഫോം ചെയ്യും. ഫോൺ നമ്പർ, നിങ്ങൾ വിളിക്കുന്ന ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്യപ്പെടില്ല. അതൊരു ഓൺലൈൻ പോർട്ടലാണ്, രഹസ്യാത്മകത നിലനിർത്തുന്ന പോർട്ടലാണ്. കൂടാതെ ഒരാൾക്ക് നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ട്, രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് കൗൺസിലേഴ്സ് വന്ന് അവർക്ക് കൗൺസിൽ ചെയ്യും. ആര് പറഞ്ഞതോ അച്ഛനമ്മ പറഞ്ഞതൊന്നും വരില്ല, അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യും. ഡി അഡിക്ഷൻ ആവശ്യമുള്ളവരെ കുറിച്ച് റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ വന്ന് ഡി അഡിക്റ്റ് ചെയ്യാനുള്ള സെൻറ്ററിൽ അവരെ പ്രവേശിപ്പിക്കും. റിഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തും. ഡോക്ടറുടെയൊക്കെ സേവനം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ കാര്യത്തിൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കൂ. മനുഷ്യരല്ലാതെ യഥാർത്ഥത്തിൽ സാത്താൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെറുത്താൻ എന്നൊക്കെ പറയുന്ന സങ്കല്പം തന്നെ യഥാർത്ഥത്തിൽ മയക്കുമരുന്നാണെന്നുള്ളതാണ് സത്യം. ആളിൻ്റെ തലച്ചോറിനെ മാറ്റി നമ്മളിതുവരെ കണ്ട മനുഷ്യരല്ലാതാക്കി മാറ്റി എന്ത് ചെയ്യുന്നവരാക്കി മാറ്റുകയാണ്. ഫ്രോണ്ടൽ ലോബാണല്ലേ ഡോക്ടർ നമ്മുടെ ചിന്താശേഷിയുമായിട്ട് നിൽക്കുന്നത് പെരിഫ്രോണ്ടലാണ്. പെരിഫ്രോണ്ടൽ ലോബാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഈ പെരിഫ്രോണ്ടൽ ലോബാണ് നമ്മുടെ ചിന്തയെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് പെട്ടെന്ന് ദേഷ്യം തോന്നി, നമ്മൾ ഒരാൾ സംസാരിച്ചു, നമുക്ക് അയാൾ ഇഷ്ടമല്ലാതെ അല്ലെങ്കിൽ ദേഷ്യം തോന്നി, നമ്മളവരെ ആക്രമിക്കുമോ? കാരണം എന്താ, നമ്മൾ ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നമ്മളെ പെരിഫ്രോണ്ടൽ ലോബ് വെച്ച് നമ്മൾ സമചിത്തതയിലേക്ക് എത്തും, നമ്മൾ ശാന്തതയിലേക്ക് എത്തിയിട്ട് നമ്മൾ ശാന്തമായി പ്രതികരിക്കും. അതാണ് മനുഷ്യരാവുന്നത്. പക്ഷേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളുടെ പെരിഫ്രോണ്ടൽ ലോബ് ഡാമേജ് ആവുകയാണ്. ദേഷ്യം തോന്നുന്ന നിമിഷം കൈയിരിക്കുന്ന വെച്ച് ആളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇതിൻ്റെ മെഡിക്കൽ ഇഷ്യൂസ് ഉൾപ്പെടെ നമ്മൾ കാണുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ ചെറുപ്രായം മുതൽ അറിയണം. ഇത് എത്തിപ്പോയാൽ തിരിച്ചു വരവില്ല എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം അവിടെ വെച്ച് തീരുകയാണ്. നമ്മളൊരു മൃഗവും അല്ലെങ്കിൽ നമ്മളൊരു ചെറുത്താനായി മാറുകയാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം.